രക്ഷാപ്രവർത്തനം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് MLA പറയുന്നത്. അദ്ദേഹം അവിടെ സംഭവ സ്ഥലത്തുണ്ട് എന്നും പറയുന്നു. ഇതിപ്പോൾ ഏകദേശം എത്ര മണിയോടുകൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്? എത്ര സമയം കഴിഞ്ഞു ഈ സംഭവം ഉണ്ടായിട്ട്? ഈ രക്ഷപ്പെട്ടത് ഇവർ രണ്ടുപേരും, രവിയും മകനും രക്ഷപ്പെട്ടു. ഇവർ രക്ഷപ്പെടുന്ന സമയത്ത് സുമതി എവിടെയായിരുന്നു? എന്താണ് സംഭവിച്ചത് അപ്പോൾ? 2 മണിയോടുകൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ പെട്ടെന്നൊരു വലിയ ശബ്ദത്തോടു കൂടി മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു പോരുകയായിരുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഇവർ 3 പേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ രവിയുടെ കൺമുന്നിൽ നിന്ന് ഇവർ ഈ മണ്ണിൽ പെട്ടുപോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ പലയിടത്തും സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഏലപ്പാറ മേഖലയിൽ ഒരു വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. കൊക്കയാർ മേഖലയിൽ ഏതാണ്ട് 6ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൊല്ലം ദിണ്ടുകൽ, കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയുണ്ട്, ദേശീയപാത 183. അവിടെയും പലയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീഴുകയും അതോടൊപ്പം തന്നെ വെള്ളം കയറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അതുവഴിയുള്ള ഗതാഗതം, ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദേവിയാർ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ദേവിയാർ കോളനി ഭാഗത്ത് ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. പ്രധാനപ്പെട്ട ഡാമുകളുടെ കാര്യത്തിൽ വലിയ ആശങ്കകളില്ല. പക്ഷെ ചെറു ഡാമുകളെല്ലാം കൂടുതൽ ഉയർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കല്ലാർകുട്ടി ഡാമിന്റെ 3ാമത്തെ ഷട്ടറുകൾ അധികമായി ഉയർത്തിയിട്ടുണ്ട്. തൊടുപുഴ മേഖലയിൽ തെക്കും ഭാഗത്തും അതോടൊപ്പം തന്നെ കാരിക്കോടും ഒക്കെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചുരുങ്ങിയത് ഇടുക്കിയിലെ സാഹചര്യം